ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വർക്ക് ബുക്കിനെ കുറിച്ചാണ്. എക്സലിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പേരാണ് വർക്ക് ബുക്ക്. വർക്ക് ബുക്ക് എന്നാൽ ഈ ഒരു എക്സലിൽ സ്പ്രെഡ്ഷീറ്റ് അടങ്ങിയ ഈ ഒരു ഫയലിനെയാണ് വർക്ക് ബുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു പുതിയ വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? നിലവിൽ നമ്മൾ മുമ്പേ ചെയ്തു വെച്ചൊരു ഫയലാണ് നമുക്ക് എടുക്കാനുള്ളതെങ്കിൽ ഓപ്പൺ എന്ന ഫയലിലൂടെ പോയി ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് ചെയ്തു വെച്ച് കഴിഞ്ഞ ഒരുപാട് ഫയലുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. റീസെന്റ് ആയി നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഉപയോഗിച്ച എക്സൽ ഫയലുകൾ ഇവിടെ ഉണ്ടാവും. ഇനി ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഫയലുകൾ തൊട്ടടുത്തുള്ള ബ്രൗസ് എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഏത് ഫോൾഡറിലാണ് നമ്മൾ മുമ്പ് ചെയ്തു വെച്ച ഫയലുകൾ സേവ് ചെയ്തു വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാവുന്നതാണ്. ഇനി ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് കാണാൻ കഴിയും. ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ബ്ലാങ്ക് ആയ ഒരു വർക്ക് ഷീറ്റ് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നത്? ഈ വലതുഭാഗത്ത് മൂലയിൽ നമുക്കൊരു എക്സ് എന്ന രൂപത്തിലുള്ള ഒരു ചിഹ്നം കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സൽ ക്ലോസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ധാരാളം എക്സലുകൾ തുറന്നു വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഏത് എക്സൽ ആണോ അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത് ആ എക്സൽ ആണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുക. ഇതിലൂടെ ഒരു എക്സലും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സൈഡിലുള്ള ഈ രണ്ട് എക്സലുകൾ ഉണ്ട്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് ബുക്ക് 1 എന്നും ബുക്ക് 3 എന്ന പേരിലുള്ള എക്സലുകളുണ്ട്. ഈ ആക്റ്റീവായ എക്സൽ ക്ലോസ് ചെയ്യാൻ ഈ ഇൻഡു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആക്റ്റീവായ ബുക്ക് 3ന്റെ പേരിലുള്ള എക്സൽ ക്ലോസ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് സാധാരണഗതിയിൽ ഒരു എക്സൽ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു എക്സൽ എന്നുള്ള രൂപത്തിലുള്ള ഒരു ടെംപ്ലേറ്റ് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഈ രൂപത്തിലുള്ള ഒരു ടെംപ്ലേറ്റ് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഈ ടെംപ്ലേറ്റ് വരാതെ എക്സൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നേരെ എക്സലിലെ ഈ ബ്ലാങ്ക് ഷീറ്റ് ഈ രൂപത്തിലുള്ള ബ്ലാങ്ക് ഷീറ്റ് ഓപ്പൺ ആയി വരികയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഫയലിലൂടെ പോയതിനു ശേഷം ഓപ്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോ ദിസ് സ്റ്റാർട്ട് സ്ക്രീൻ വെൻ ദ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്നുണ്ടാവും. ഇത് ഞാൻ അൺടിക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ടിക്കാണ് ഉള്ളതെങ്കിൽ അൺടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു പുതിയ എക്സൽ തുറക്കുന്ന സമയത്ത് ആ ഒരു ടെംപ്ലേറ്റ്സ് വരാതെ നമുക്ക് നോക്കാൻ കഴിയും. ന്യൂ എന്നുള്ളത് എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു പുതിയൊരു എക്സൽ ഓപ്പൺ ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ ചർച്ച ചെയ്യുന്നത്. വരും വീഡിയോയിൽ ഇതിനെ തുടർന്നുള്ള മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ.